ഗുഡ് ആഫ്റ്റർനൂൺ. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. CMRL എക്സാലോജി കേസിൽ ഇഡിക്ക് പച്ചക്കൊടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ആരോപണ വിധേയയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിലവിൽ അന്വേഷണം തൃപ്തികരമെന്നാണ് ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റെ വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന സാങ്കേതിക വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യമില്ലെങ്കിലും ഇഡിക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും ഈ നിയമം തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളാകാം. ഇഡിയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ഇഡി അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുത്തു. കോടതി നടപടികൾ അനുകൂലമായതോടെ ഇഡി നടപടികൾ വേഗത്തിലാക്കും. വീണ ടി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ കേസിന്റെ ഭാഗമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപ മരവിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ ഒരു അക്കൗണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മാസപ്പടി കേസിലെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഇഡി തീരുമാനിച്ചതോടെ CPIMന്റെ അടുത്ത നീക്കമെന്ത് എന്നത് ചർച്ചയാകുന്നു. കേസ് പിണറായി വിജയനെതിരായല്ല, മകൾക്കെതിരായെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിരോധത്തിന് പോകുമോ എന്നതാണ് ചർച്ച. പിണറായി വിജയനെയോ അതോ സ്വന്തമായി ബിസിനസ് നടത്തുന്ന മകളെയോ ആർക്കുവേണ്ടിയാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടത്? ഇതാണ് CPIMന് മുന്നിലുള്ള ചോദ്യം. വീണയുമായി ബന്ധമുള്ള വീടുകൾ റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത CPIMന് തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണത്തോട് പിന്നാക്കം പോകേണ്ടി വന്നു. പരിശോധനയ്ക്കെത്തിയ ED തന്നെ ചോദ്യം ചെയ്തില്ലെന്ന് പിണറായി വിജയൻ തന്നെ വിശദീകരിക്കുക കൂടി ചെയ്തതോടെയാണ് ആരെ സംരക്ഷിക്കാനാണ് പ്രതിഷേധ പരിപാടികളെന്ന ചോദ്യം CPIMന് നേർക്ക് ഉയരാൻ തുടങ്ങിയത്. അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ED തീരുമാനിക്കുമ്പോഴും ഈ ചോദ്യം പാർട്ടിക്ക് മുന്നിൽ പ്രതിബന്ധം തീർക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സ്വയം തിരുത്താൻ തീരുമാനിച്ച പാർട്ടി പിണറായിയുടെ മകൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കേണ്ടതുണ്ടോയെന്ന ചോദ്യവും പാർട്ടിക്കകത്തുണ്ട്. നേരത്തെ ചോദിക്കാനും പറയാനും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ തുറന്നടിക്കാൻ ഇപ്പോൾ പലരും ധൈര്യം കാണിക്കുന്നുമുണ്ട്. ഞങ്ങൾക്കെതിരായി യാതൊന്നും വരാൻ പോകുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ. പാർട്ടിക്ക് ഒരു പ്രശ്നവും അതിലില്ല. സ്വതന്ത്രമായ അന്വേഷണം ED നടത്തട്ടെ. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ ഏജൻസിക്ക് ആരെയും വിളിക്കാം. മുഖ്യമന്ത്രിനെയും വിളിക്കാലോ, ആരെയും വിളിക്കാലോ. അതിൻ്റെ അത് വീണേനെ വിളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അന്വേഷണം പിണറായി വിജയന് നേർക്ക് തിരിഞ്ഞാൽ മാത്രം രാഷ്ട്രീയമായി നേരിട്ടാൽ മതി എന്ന അഭിപ്രായം നേതൃത്വ മുന്നിലുണ്ട്. പുതിയ സാഹചര്യത്തിൽ കരുതലോടെയായിരിക്കും CPIMന്റെ തുടർ നീക്കങ്ങൾ. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ യഥാർത്ഥ പ്രതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. വീണ ടി ഒരു ഇടനിലക്കാരി മാത്രമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കേസിൽ വിജിലൻസ് അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ പിണറായി വിജയൻ പ്രതിയാകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. വലിയ അഴിമതിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ കോടതി വിധിയിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്ന ഒരു വ്യക്തി മുമ്പേ പറഞ്ഞ പോലെ ഒരു കാരണവശാലും സർക്കാർ ഓഹരി പങ്കാളിത്തമുള്ള ഒരു വ്യവസായ സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്. അത് ചെയ്തു, അത് പോട്ടെ. പക്ഷേ അതിൽ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമല്ലേ അഴിമതി? ഇതിനകത്ത് എല്ലാവരും വീണ എന്ന് പറയുന്നില്ല. ഇത് മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനാണ് പ്രതി. വീണ ഇതിനകത്ത് ഒരു ഇടനിലക്കാരി മാത്രമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ CBI അന്വേഷണം ഉണ്ടാകും, അതല്ലെങ്കിൽ UDF സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന വിജിലൻസ് അന്വേഷണം വീണ്ടും വരും. കാരണം ഇതിൽ ആത്യന്തികമായി അന്വേഷിക്കപ്പെടേണ്ടത് ഇതിലെ അഴിമതിയാണ്. ആ അഴിമതി അന്വേഷിക്കാൻ കഴിയുന്നത് 2 ഏജൻസികൾക്കാണ്. ഒന്നുകിൽ സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിൽ കേന്ദ്ര CBI. ഇവരിൽ ആരെങ്കിലും സ്റ്റെപ്പിൻ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരികയും നിങ്ങൾ കുറ്റാരോപിതനാകുന്ന നിങ്ങൾ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം.
സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. കൊടുങ്ങല്ലൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രികനും കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞ് വയോധികയും മരിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കനത്ത മഴയെ തുടർന്ന് ആംബുലൻസ് തെന്നിമറിഞ്ഞ് രോഗിയായ വയോധികയാണ് മരിച്ചത്. കുന്നമംഗലം കോട്ടപ്പറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പെരിങ്ങോളം സ്വദേശി 82 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ കനത്ത മഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കരുമാത്ര ബ്ലാഹയിലില്ലം മണികണ്ഠനാണ് മരിച്ചത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഇടമ്പാടത്ത് വീടുകളിൽ വെള്ളം കയറി. ഇത് മെയിനായിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറി. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യാനില്ല, ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല കൗൺസിലർ ഇവരാരും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശക്തമായ മഴയിൽ കോഴിക്കോട് ബീച്ച് പരിസരത്തും വ്യാപക വെള്ളക്കെട്ടാണ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു. തിരുവനന്തപുരം പെരിങ്ങമല കാമരാജ് നഗറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. വീട് തകർന്നു. കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെ പിന്തുണച്ച് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാനുള്ള എല്ലാ യോഗ്യതയും സിപിഐക്കുണ്ടെന്നാണ് ഡി രാജയുടെ പ്രതികരണം. ഭിന്നത ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം നേടിയെടുക്കാൻ ദേശീയ നേതൃത്വത്തെ കൊണ്ട് ഇടപെടൽ നടത്താൻ CPI സംസ്ഥാന നേതൃത്വം ഇന്നലെ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. Our party in Kerala has informed us the state unit of our party in Kerala is asking for the deputy leader position. Politically speaking, I don't find anything wrong in what our party in Kerala is asking for. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായ CPIയുടെ മറ്റു നേതാക്കളും ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിനൊപ്പമുണ്ട്. സഖാക്കളെ ജീവൻ കൊടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. ആ പാർട്ടിക്ക് ആരുടെയും മുന്നിൽ അതിൻ്റെ അഭിമാനമോ അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തെ ഒന്നും പണയം വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയമെന്ന് പറയുന്നത് അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. മുന്നണിയിൽ ഭിന്നത രൂക്ഷമായിരിക്കെ വിഷയം തണുപ്പിച്ചെടുക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ഒരു പുതിയ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം പ്രശ്നങ്ങൾ CPM CPI സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ആലോചനകൾ ഇന്നത്തെ CPIഎമ്മിന്റെ നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. 24 തിരുവനന്തപുരം. CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറഞ്ഞു. വിമർശനത്തോട് CPIഎം നേതാക്കൾ അകലം പാലിച്ചു. പച്ചക്കുതിര എന്ന മാസികയിലെ അഭിമുഖത്തിലാണ് വിനോദിനി ബാലകൃഷ്ണന്റെ തുറന്നുപറച്ചിൽ. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം നേതൃത്വത്തിൽ നിന്നും പിന്നെയാരും ബന്ധപ്പെട്ടിട്ടില്ല. വലിയ നേതാക്കൾ സ്വന്തം പോക്കറ്റിലുള്ള ഫോണെടുത്തു പോലും സംസാരിക്കാത്ത സാഹചര്യമുണ്ടായി. ശുപാർശയൊന്നുമല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു നേതാവിനെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല. തിരിച്ചു വിളിച്ചതുമില്ല. പിണറായി വിജയൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. താൻ ഉദ്ദേശിച്ച പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവിനെയാണെന്നും MV ഗോവിന്ദനെ സംശയനിഴലാക്കി വിനോദിനി ബാലകൃഷ്ണന്റെ വിമർശനം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയുള്ള തുറന്നുപറച്ചിലിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ആരാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ പാർട്ടി കേന്ദ്രത്തിൽ അത് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പരാജയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. എനിക്കറിഞ്ഞൂടെ ഒന്നും. ആരെയും അവഗണിക്കേണ്ട കാര്യം ഞങ്ങൾക്ക്. ഞാൻ ആരെയും അവഗണിക്കാറില്ല. അവരോട് ചോദിച്ചു നോക്ക്. പാർട്ടിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും അനാവശ്യ വിധേയത്വം താൻ കാണിക്കില്ലെന്നും വിനോദിനി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്കിടെയാണ് മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ നേതൃത്വത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. 24 തിരുവനന്തപുരം.
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധം നാളെ. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇടത് സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായേക്കും. CBSE നീറ്റ് വിവാദങ്ങളിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് CJP പ്രതിഷേധം. ഡൽഹി ജന്തർ മന്ദറിൽ നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചുവന്ന CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. तो मैं सब आप लोगों से अपील करता हूँ कि मैं एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन जाऊंगा, तो तब तक आप सभी लोग पार्लियामेंट स्ट्रीट पुलिस स्टेशन ही आइए, एयरपोर्ट पर मत आइए, बिकॉज वी डोंट वांट टू क्रिएट एनी काइंड ऑफ प्रॉब्लम टू द पीपल. तो हमें इस चीज का भी ध्यान रखना है कि हमारी वजह से किसी को दिक्कत नहीं होनी चाहिए. വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിക്കാൻ ആരും എത്തേണ്ടതില്ലെന്നും വിമാനത്താവളത്തിൽ ഒത്തുകൂടുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അഭിജിത്ത് ദീപ്കെ. പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന SFIയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കാര്യം ദേശീയ മഹിളാ ഫെഡറേഷനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ആനി രാജയും വ്യക്തമാക്കി. പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ നേരിൽ കേൾക്കുന്നതിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ആ ലീഡർഷിപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് അക്കാര്യത്തിൽ തീരുമാനിക്കും. എന്ത് തന്നെയാണെങ്കിലും അവരെ നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിഷേധം ആഹ്വാനം ചെയ്തതിന് പിന്നാലെ അഭിജിത്ത് ദീപ്കെയുടെ മഹാരാഷ്ട്രയിലെ വീടിന് സുരക്ഷ കൂട്ടി. വീടിന് സമീപം സംഘം ചേരുന്നത് പോലീസ് വിലക്കി. അതിനിടെ CJPയുടെ പ്രതിഷേധത്തിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. 24 ഡൽഹി. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിൽ സ്വകാര്യ ഏജൻസി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഏജൻസി കൈവശം വെച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഡേറ്റ CBSEയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റി. പുനർമൂല്യനിർണ്ണയം CBSE സ്വന്തം പോർട്ടലിൽ നടത്തും. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് പുനർമൂല്യനിർണ്ണയത്തിൽ നിന്നും കരാർ കമ്പനിയായ കൊയംടെഡ്യൂടെക്കിനെ ഒഴിവാക്കാനുള്ള തീരുമാനം. പുനർമൂല്യനിർണ്ണയ പ്രക്രിയ ബോർഡിന്റെ സ്വന്തം പോർട്ടലിലാകും നടത്തുക. കൊയംടെഡ്യൂടെക് കൈവശം വെച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഡാറ്റ CBSEയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റി. സൈബർ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ CBSE ഡിജിറ്റൽ സംവിധാനത്തിൽ ഗുരുതരമായ അപകട സാധ്യതകൾ കണ്ടെത്തി. കാൺപൂർ, മദ്രാസ് IITകൾ നടത്തിയ പരിശോധനയിലാണ് നിരവധി അപകട സാധ്യതകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 8 വർഷമായി NDA നടത്തിയ പരീക്ഷകളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അന്വേഷണങ്ങൾ, അറസ്റ്റ്, കുറ്റപത്രം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് ആവശ്യം. 24 ഡൽഹി. BJP വിട്ട തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ സംഘടനയെന്ന നിലയിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറും. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 2020 ആരംഭിച്ച വി ദ ലീഡർ എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് സംഘടനാ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുക. രജനീകാന്തിന്റെ ആശീർവാദത്തോടെയാണ് താൻ BJPയിലെത്തിയതെന്നും ഭാവി പരിപാടികൾ വ്യക്തമാക്കി K. അണ്ണാമലൈ പറഞ്ഞു. ஆனந்தமாக அன்போடு தமிழ்நாட்டில் ஒரு அரசியல் இயக்கத்தை நாம் துவங்க இருக்கின்றோம். இது அரசியல் இயக்கமா, கட்சி இல்லையா அப்படின்னு நீங்கள் யாரும் கேட்கவே வேண்டாம். கண்டிப்பாக தமிழகத்தில் அடுத்து நடக்கக்கூடிய தமிழகத்தினுடைய பொது தேர்தலில் நம்முடைய கட்சி போட்டியிடும், அதில் எந்த மாற்று கருத்தும் இல்லை. அதற்கு நம்ம தயார் பண்ணணும். நிறைய லீடர்ஸை தயார் பண்ணணும், நிறைய கேடர்ஸை, வாலண்டியர்ஸை தயார் பண்ணணும், உத்வேகத்தோடு தயார் பண்ணணும். அவங்களுக்கு அந்த ஸ்கில் செட்டை நம்ம உருவாக்கி கொடுக்கணும். அதற்கு கொஞ்சம் நேரமாகும். எல்லா மனிதர்களையும் உள்ளடக்கிய அரசியலை நாம் முன்னிறுத்தணும். അതേസമയം K. അണ്ണാമലയുടെ രാജിയിൽ BJPക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ലെന്ന് പാർട്ടി തമിഴ്നാട് അധ്യക്ഷൻ നയനാൻ നാഗേന്ദ്രൻ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിലെ വിമതർ BJPയുമായി സമ്പർക്കത്തിലെന്ന സൂചന. ഇതിനിടെ വിമത MLAമാർക്ക് ഉള്ളിലും ഭിന്നതയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മമതാ ബാനർജിയെ തഴയരുതെന്ന് വിമത ക്യാമ്പിലെ 16 MLAമാർ ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളായ സുദീപ് ബന്ദോപാധ്യായ, സൗഗത റോയ് ഉൾപ്പെടെ 23 ലോക്സഭാ MPമാർ നിലവിൽ വിമത പക്ഷത്തോടൊപ്പമെന്നാണ് റിപ്പോർട്ട്. വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്ന കകോലി ഘോഷ് ദസ്തിദാർ ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങി. BJPയിൽ ചേരാതെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുക്കാനാണ് വിമതരുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ. അതേസമയം TMCയുടെ വിമത MLAമാർക്കുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി. മമതാ ബാനർജിയെ പാർട്ടിയുടെ ഉപദേശകയാക്കാമെന്ന ഋതബ്രത ബാനർജിയുടെ പരാമർശത്തെ ഒരു വിഭാഗം എതിർത്തു. മമതയെ അധ്യക്ഷയാക്കണമെന്നും മമതയെ താഴ്ത്തിക്കെട്ടി സംസ്ഥാനത്ത് മുന്നോട്ടു പോകാനാകില്ലെന്നുമാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. ഋതബ്രത ബാനർജി വിളിച്ച യോഗത്തിൽ വിമതപക്ഷത്തെ 58-ൽ 32 പേർ മാത്രമാണ് പങ്കെടുത്തത്. വിമതപക്ഷത്തു നിന്ന് മമതയെ പിന്തുണയ്ക്കുന്ന 16 പേർ വിട്ടുനിന്നു. 24 ഡൽഹി.
കർണാടകത്തിൽ വകുപ്പ് വിഭജനത്തിന് പിന്നാലെ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ജലസേചന വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. നഗരവികസന വകുപ്പ് ലഭിക്കാത്തതിനാലാണ് രാജി. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച മുതിർന്ന മന്ത്രി KH മുനിയപ്പയും ഹൈക്കമാൻഡിനെ സമീപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാരം വടംവലി അവസാനിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് പുതിയ പ്രതിസന്ധി. ഇന്നലെ രാത്രിയോടെയാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ബംഗളൂരു നഗരവികസന വകുപ്പ് ആഗ്രഹിച്ചിരുന്ന രാമലിംഗ റെഡ്ഡിക്ക് ജലസേചനം നൽകിയതിന് പിന്നാലെയാണ് രാജി. നിലവിൽ ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകിയത് കൃഷ്ണബൈരഗൌഡയ്ക്കാണ്. സിദ്ധരാമയ്യ സർക്കാരിൽ DK ശിവകുമാർ ആയിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ അന്ന് താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ വകുപ്പ് കൈമാറാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നതായി രാമലിംഗ റെഡ്ഡി പറയുന്നു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന നേതാവും മന്ത്രിയുമായ KH മുനിയപ്പയും ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് മുനിയപ്പ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം നൽകിയ ഉറപ്പ്. എന്നാൽ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുമ്പോൾ അസംതൃപ്തരെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതിലാണ് ഇനി ആകാംക്ഷ. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമന വിവാദത്തിന് പിന്നാലെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷം. അപ്ഗ്രഡേഷന്റെ ഭാഗമായാണ് സൈറ്റ് ലഭ്യമല്ലാത്തതെന്ന് പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. അതേസമയം ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് മന്ത്രി K മുരളീധരൻ രംഗത്ത് വന്നു. സർക്കാർ ഉത്തരവുകൾ ലഭ്യമാകുന്ന വെബ്സൈറ്റുകളാണ് അപ്രത്യക്ഷമായത്. ഓഫീസ് കേരള വെബ്സൈറ്റും ഡോക്യുമെന്റ്സ് കേരള വെബ്സൈറ്റും ഇപ്പോൾ ലഭ്യമല്ല. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായത്. മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഉത്തരവുകൾ ലഭ്യമാകുന്ന സൈറ്റുകൾ കിട്ടാതായതെന്നാണ് ശ്രദ്ധേയം. സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി K മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞു? ഇല്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പൻ്റെ ക്യാബിനറ്റിലെ മരുമാനം മന്ത്രിയാക്കി ആരും പറഞ്ഞില്ലല്ലോ. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. സഹോദരിയുടെ ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിൽ നിയമപരമായ തടസ്സമില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജന്റ് ആയിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് 1-2 ആളുകൾ ചോദിച്ചു വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. സംസ്ഥാന പോലീസിൽ വലിയ മാറ്റം വരുന്നു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സംവിധാനം അവസാനിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത റിപ്പോർട്ട് പ്രത്യേക സമിതി പോലീസ് മേധാവിക്ക് കൈമാറി. ആകെയുള്ള 484 സ്റ്റേഷനുകളിൽ 70 മാത്രം ഇൻസ്പെക്ടർമാർ തുടരും. പിണറായി സർക്കാർ പോലീസിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാന മാറ്റങ്ങളിലൊന്നാണ് SHO സംവിധാനം. സ്റ്റേഷനുകളുടെ ചുമതല SIമാരിൽ നിന്ന് മാറ്റി ഇൻസ്പെക്ടർമാർക്ക് നൽകി. SHO സംവിധാനം പാളിയെന്നായിരുന്നു 2 വർഷം മുൻപ് DGP നിയമിച്ച സമിതി റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം രമേശ് ചെന്നിത്തല വീണ്ടും പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ രൂപീകരിച്ചു. പോലീസിന്റെ കാര്യക്ഷമത കൂട്ടാനും കേസന്വേഷണം സുഗമമാക്കാനും ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കാനും SHO സംവിധാനം അവസാനിപ്പിക്കണമെന്ന ശുപാർശയാണ് കമ്മിറ്റി ഇന്നലെ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ 484 സ്റ്റേഷനുകളിൽ 70 ഇൻസ്പെക്ടർമാർ തുടരും. കൂടുതൽ കേസുകളുള്ളതും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇൻസ്പെക്ടർമാർ തലവനായി തുടരുക. ബാക്കി 414 സ്റ്റേഷനുകളിലും SIമാരെത്തും. 2 അല്ലെങ്കിൽ 3 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതല ഇൻസ്പെക്ടർമാർക്ക് നൽകും. അതിനു മുകളിൽ DYSPമാരുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ.
4 മുതൽ 6 സ്റ്റേഷനുകൾ വരെയാവും ഒരു ഡിവൈഎസ്പിയുടെ കീഴിലുണ്ടാവുക. DGP ഉടൻ തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 1 മാസത്തിനുള്ളിൽ ഒറ്റഘട്ടമായി തന്നെ പുതിയ രീതി നടപ്പാക്കാനാണ് ആലോചന. 24 തിരുവനന്തപുരം. 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.